ഹണി സോയ ബാർബിക്യൂ ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 പീസ് ചിക്കനാണ്. ഞാൻ ചിക്കൻ ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും. പിന്നെ എല്ലുള്ള പീസായിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഹണി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 വെളുത്തുള്ളി അല്ലി ചതച്ചത്, 1 ടീസ്പൂൺ കടുക് ചതച്ചത്. നമുക്കിനി ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ വലിയൊരു ബൗൾ എടുക്കണം. ആ ബൗളിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കടുക്, ടൊമാറ്റോ സോസ്, ഓറഞ്ച് ജ്യൂസ്, ഹണി, സോയാ സോസ്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിൽ നിങ്ങൾ ഉപ്പ് ഇടുന്നതിന് മുമ്പേ ഉപ്പുണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. കാരണം സോയാ സോസിന് നല്ല ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കേണ്ടുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് സോയാ സോസിന്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മാരിനേഷൻ മിക്സിലേക്ക് ഓരോ പീസുകളായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം. ഈ ചിക്കൻ മാരിനേഷൻ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂർ വെച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഉള്ള മാരിനേറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ്റെ ഒരു സൈഡ് നമ്മൾ ഗ്രില്ല് ചെയ്ത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിന്ന് ഇവിടെ ഈ ബാർബിക്യൂ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കിത് പാനിലും ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള പാനിൻ്റെ അകത്ത് ഒന്ന് ഓയിൽ ലൈറ്റായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലിട്ട് പൊരിച്ചെടുത്താലും മതി. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി മാരിനേഷൻ മിക്സും കൊണ്ട് ഒന്ന് ഇതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട്. ഇനി ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഒന്നും കൂടി. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത സൈഡും കൂടി ഒന്ന് ഇതുപോലെ തന്നെ നമ്മൾ മാരിനേഡ് കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നതാണ്. നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം തുറന്നിട്ട്. നമ്മൾ ലാസ്റ്റ് ടൈം ബ്രഷ് ചെയ്ത് കൊടുത്ത മാരിനേഡ് ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മറിച്ചിട്ടിട്ടുള്ളത്. ഇനി അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഈ ചിക്കൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നു നോക്കണം, കനലിൽ വെക്കുന്നത് കാരണം. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബാർബിക്യൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.